വണക്കം. ജെൻസി തലമുറ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നിശ്ചയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ജെൻസി തലമുറയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ യു ഡി എഫിനകത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളത് കൃത്യമാണ്. എസ്പെഷ്യലി മുസ്ലിംസ് ആയിട്ടുള്ള ജെൻസികൾക്ക് പോലും വലിയ ധാരണയില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും പോലെ ഇപ്പോഴുള്ള ഈ മുസ്ലിംസ് ആയിട്ടുള്ള ജെൻസി അതികഠിനമായിട്ട് മത നിയമങ്ങളൊക്കെ തലയിൽ പേറി അങ്ങനെ നടക്കുന്നൊരു ടീമല്ല. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. ബേസിക്കലി അവർക്ക് സ്വാതന്ത്ര്യം വേണം, അത്യാവശ്യം ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ വേണം, പിന്നെ ദൈവവിശ്വാസം അവർക്ക് വേണം. അത്രയേ ഉള്ളൂ. ദൈവവിശ്വാസം വേണം. എവിടെയെങ്കിലും ഒന്ന് അടിപതറിയ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനുള്ളൊരു സെറ്റപ്പ് അവർക്ക് വേണം. അല്ലാതെ കഠിനമായിട്ട് മതമാണ് എൻ്റെ പ്രശ്നം, ഉണ്ണുന്നതും ഉറങ്ങുന്നതും എണീക്കുന്നതും അപ്പിടുന്നത് പോലും മതത്തിന് വേണ്ടി എന്നൊന്നും അവർ വിചാരിച്ച് വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിനെ ഇപ്പോൾ അധികാരത്തിൽ കയറ്റിയിരിക്കുന്ന ജെൻസി പിള്ളേർക്ക് പോലും മനസ്സിലായി യവന്മാരെന്താണ് ഈ കാണിക്കുന്നത്. അധികാരം വന്നില്ല, അത് വേറെ കാര്യം. എങ്കിലും വോട്ട് ചെയ്ത് ജയിച്ചിട്ട് ഇപ്പോൾ ഇത്ര ദിവസം ആയതേ ഉള്ളൂ. മെയ് 4 റിസൾട്ട് വന്നു. ഇന്ന് മെയ് 11. ഈ മെയ് 4 മുതൽ 11 നമ്മുടെ കേരളത്തിൽ യുവമാർ കാട്ടിക്കൂട്ടിയ പല സാധനങ്ങളും കണ്ടപ്പോൾ ഇവിടെയുള്ള മുസ്ലിം ജെൻസി കുട്ടികൾ തന്നെ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ വീഡിയോ ഞാൻ അവസാനം കാണിച്ചു തരാം. അതിനു മുമ്പേ എന്താണ് മുസ്ലിം ലീഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം എന്താണെന്ന് നമ്മുടെ ആൾക്കാർ അറിയണം. ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇവിടെയുള്ള അറിയാത്ത കുറേ ജെൻസി പിള്ളേരുണ്ടല്ലോ. നിങ്ങളൊക്കെ 10 കൊല്ലം മുമ്പാണല്ലോ ഇവിടെ മുസ്ലിം ലീഗ് ഭരിച്ചത്. ഈ 10 കൊല്ലം മുമ്പ് നിങ്ങളൊക്കെ കുണുവാവകളായിരുന്നു. നിങ്ങളിന്ന് വളർന്ന് വോട്ടിടാനുള്ള തകുതിയുള്ള ജനങ്ങളായി മാറി, മക്കളായി മാറി. വിജയ് അണ്ണൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ അങ്ങനെ മക്കളായി വന്നപ്പോൾ നിങ്ങൾ ജെൻസി പിള്ളേർ മുസ്ലിം ലീഗ് അടങ്ങുന്ന UDF സപ്പോർട്ട് ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് BJP വിരോധമുണ്ടോ? പിന്നെ ഭയങ്കര വിരോധമാണ്. വർഗീയ പാർട്ടിയല്ലേ, മുസ്ലിങ്ങളെയൊക്കെ അവന്മാർ കടിച്ച് തിന്നുകളയും എന്നാണ് ഇവിടെയുള്ള ജെൻസി പിള്ളേർ ഏറെക്കുറെ പറയുന്നതും വിചാരിക്കുന്നതും. പക്ഷേ ഇവർ കാലാന്തരത്തിൽ ജെൻസി എന്നുള്ള സമൂഹത്തിൽ നിന്നും ഇങ്ങനെ പരിണമിച്ച് ഇവർ ജൻ ഔഷധിയിലേക്ക് വരുമല്ലോ. അതായത് ബൂമർ അമ്മാവന്മാരായി മാറുമല്ലോ. അപ്പോൾ ഇവർ രാമനാമമൊക്കെ ജപിച്ചു തുടങ്ങുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമോ BJP ആയിരുന്നു ശരി എന്നവർക്ക് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പം ജെൻസി ആയിരിക്കുന്ന യോ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിയോട് ഭയങ്കര വിരോധമാണ്. ജയിക്കാൻ പാടില്ല. 2 സീറ്റും 3 സീറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. ഹിന്ദു താലിബാനായി മാറുമോ? എനിക്കിനി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ലേ? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സംഘികൾ വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തിറക്കിയിട്ട് എന്നെ കുത്തിമലത്തും എന്നൊക്കെയാണ് അവർ വിചാരിച്ച് വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ. എന്തായിരുന്നാലും ഈ BJP എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം വിരോധം, ആൻറ്റി സെക്യുലർ, ആൻറ്റി നാഷണൽ എന്നാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവ്. സവർക്കറോ ഷൂ നക്കി എന്നാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ജയ് ശ്രീറാം എന്ന് കേട്ടാലോ അയ്യോ കേൾക്കാനേ വയ്യ, തല്ലിക്കൊല്ലുന്ന മുദ്രാവാക്യം എന്നാണ് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇല്ലാത്ത ഷൂ നക്കലിൻ്റെ ഒരു ചരിത്രം കൂടെ കിടന്ന് കറങ്ങുന്നുള്ളൂ. മൊത്തത്തിൽ ഈ സവർക്കറിൻ്റെ ഒരു ഷൂ നക്കലിൻ്റെ ചരിത്രം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമുക്ക് കടക്കാനുള്ളത് കേരളം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയുടെ മണ്ണാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഈ മതനിരപേക്ഷതയുടെ മണ്ണിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാകുന്നത് എന്നത് ആദ്യത്തെ ചോദ്യം. പോട്ടെ, മുസ്ലിം എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു പാർട്ടി ഉണ്ടായി, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഈ പാർട്ടി എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായത്? ഈ പാർട്ടി യഥാർത്ഥത്തിൽ കേരളത്തിൽ കിടന്ന് കാണിച്ച അട്രോസിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മുദ്രാവാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കാം. ആ മുദ്രാവാക്യം പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നാണ് ആ മുദ്രാവാക്യം. അതായത് 10 കൊടുത്ത് ഒരു കത്തി വാങ്ങി അത് കുത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾ മേടിക്കും എന്നുള്ളതാണ് ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മുദ്രാവാക്യം ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാനായി അത് മാറാൻ പോവുകയാണ്. ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ, അന്ന് കേരളമില്ല എങ്കിലും നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഉയർന്ന ഒരു മുദ്രാവാക്യമാണിത്. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ളത്. ഇതാണ് ആ മുദ്രാവാക്യം. ഇപ്പോഴും ആ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് ആ രീതിയിലല്ല ഉയർത്തുന്നത്. അതായത് മലബാർ കലാപം ഉണ്ടായല്ലോ. മലബാർ കലാപം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഊരിയ വാളുണ്ട്.
അത് ഞങ്ങൾ ഉറയിലേക്ക് ഇട്ടിട്ടില്ല എന്നാണ് ഇവന്മാർ ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മലബാർ കലാപം എന്താണ് എന്ന് അംബേദ്കർ എഴുതി വച്ചിട്ടുണ്ട്. ആരാണ് എഴുതിയിരിക്കുന്നത്? അംബേദ്കറാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് അംബേദ്കർ എഴുതിയൊന്നും ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾ അതൊന്നും എടുക്കുകയില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ എടുക്കുന്നത് ഏതാ? അംബേദ്കർ ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞേക്കെ നമുക്ക് എടുക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുക്കൾക്കെതിരെ ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുസ്ലിംസിനെതിരെ പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറമാണ്. ആ പറഞ്ഞതൊക്കെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ യൗമാർക്ക് ക്രിമിയടി തുടങ്ങും, ചാടി ഇറങ്ങി ഓടും. എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി, ആരും എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജാതി കുമാരന്മാരൊക്കെ ഇറങ്ങി ഓടി തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മലബാർ റയട്ട് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊലയായിരുന്നു. ഇങ്ങനെയാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ അംബേദ്കർ പറഞ്ഞതാണ്. ഇനി അടുത്തതായിട്ട്, ഈ മലബാർ റയട്ടിൽ ഊരിയ കത്തി നമ്മൾ ഉറയിലിട്ടിട്ടില്ല, നമ്മളിപ്പോഴും എന്താണ് അത് കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈ മുദ്രാവാക്യവും മറ്റേ ലവന്മാർ വിളിക്കുന്നില്ലേ, അവലും മലരും കുന്തിരിക്കവും, ആ മുദ്രാവാക്യവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഈ അവലും മലരും കുന്തിരിക്കവും, അതിലെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അവലും മലരും ആണെങ്കിൽ കുഴപ്പമില്ല, അവലും മലരും കാത്തു വെച്ച് നീയൊക്കെ റെഡിയായിട്ട് ഇരുന്നോടാ എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് ഈ കുന്തിരിക്കം കൂടെ കയറി വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇത് എടുക്കാനായിട്ട് ഇവർ നിർബന്ധിതരായത്. കാരണം ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയാണ് മുദ്ര, അവലും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ സംഘികളെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞവർക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതിൽ ഈ കുന്തിരിക്കം കൂടെ കയറി വന്നപ്പോൾ ഈ ഹിന്ദു കുടുംബങ്ങളിലൊന്നും കുന്തിരിക്കം ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ആ മുദ്രാവാക്യം എന്നുള്ള ആസ്പെക്റ്റ് അതിന് വന്നതാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ മുദ്രാവാക്യവും കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മൾ മതേതര മണ്ണാണ്. ആ മതേതരം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ള ആശങ്കയാണ് പണ്ട് മുതലേ ഉള്ളത്. അത് ഇത്തവണ മുസ്ലിം ലീഗ് ജയിച്ചപ്പോൾ ഈ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ പല ജൻസി പിള്ളേരും പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? പാകിസ്ഥാനെ പിളർത്തി യവന്മാരെല്ലാം അപ്പുറത്തോട്ട് പോയി. അപ്പോൾ യവന്മാരുടെ അവശിഷ്ടം അഥവാ കാഷ്ടം കുറേ മലബാർ സൈഡിലുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മുസ്ലിം ലീഗ്. അതായത് അങ്ങോട്ടേക്ക് പോയ അതേ വിചാരധാരയുള്ള മുസ്ലിം ലീഗിൻ്റെ പിണ്ടമാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് പൊളയ്ക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് MLA-മാരുണ്ട്, അവർക്ക് MP-മാരുണ്ട്. അന്നത്തെ കാലത്ത് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല കൊണ്ടുവന്നു. ആ ജില്ലയിൽ അവർക്ക് മാത്രം ജയിക്കുക, ഇനിയിപ്പോൾ ആരെ നിർത്തിയാലും അവിടെ മുസ്ലിം ലീഗ് മാത്രമേ ജയിക്കൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങളാക്കി. ഇപ്പം നരേന്ദ്രമോദി ഡീലിമിറ്റേഷൻ കൊണ്ടുവരുമ്പം ഇനി മോദി മാത്രമേ വരൂ, ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം ഇത്ര സീറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവന്മാരും അവിടെ മലപ്പുറം ജില്ല കൊണ്ടുവന്നപ്പം വിളിച്ചില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ മലബാർ സ്റ്റേറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം കേരളം വിഭജിക്കണം, എന്നിട്ട് നമുക്ക് മലബാർ സ്റ്റേറ്റ് വേണം എന്നവരിപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ, ഞാനും അത് ഞാൻ അനുകൂലിക്കുന്നു. ബേസിക്കലി നല്ലത് തന്നെ, എടുത്തോട്ടെ. മലബാർ സ്റ്റേറ്റ് എങ്കിൽ മലബാർ സ്റ്റേറ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് വേണം എന്നവർ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം NDTV, ഇത് ഞാനല്ല NDTV ആണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇവിടെ കാണിച്ചു, ഇതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. NDTV പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ പറ്റി എന്താണ് പറഞ്ഞതെന്നുണ്ട്. അതായത് ഇൻ February 1957, 2 days before Kerala went to the polls, Jawaharlal Nehru, the then Prime Minister, stood at Kozhikode and delivered this verdict on Indian Union Muslim League. The speech is preserved in the selected works of Jawaharlal Nehru, Volume 37, archived from All India Radio tapes at the Nehru Memorial Museum and Library. Its title was Equal Opportunities for All എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതായത് നെഹ്റു കൊടുത്ത സ്പീച്ച് 1957 2 ദിവസം, ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് നെഹ്റു കേരളത്തിലെ കോഴിക്കോട് നിന്ന് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? We attained freedom. അതായത് നമ്മൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടിയെടുത്തു. Nehru told to the Kozhikode crowd, and the Muslim League then departed and went off to Pakistan എന്ന് നെഹ്റു പറഞ്ഞു. മുസ്ലിം ലീഗ് ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കി അവർ പിരിഞ്ഞുപോയി എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ബട്ട് സർപ്രൈസിംഗ്ലി ഇറ്റ് ഹാസ് ലെഫ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്സ് ടെയിൽ ഇൻ ദ മലബാർ എന്ന് നെഹ്റു പറഞ്ഞു. പക്ഷേ ആശ്ചര്യകരമെന്ന് പറയട്ടെ, യവന്മാരൊരു കേട്ട് വാണാല്, അതായത് ഒരു വാല് ഇവർ മലബാറിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്ന് നെഹ്റുവാണ് പറയുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം ലീഗിൻ്റെ ഒരു വാൽ ഇപ്പോഴും മലബാറിലുണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. He was not finished. The lone IUML member of parliament, P.
P. Pokhar Sahib was dismissed as an old singular person lost in the Parliament House because he is isolated from everybody else. The Praja Socialist Party's electoral alliance with the IUML was a strange marriage of socialism and communism, and out of such strange marriages there can only be illegitimate offsprings. എന്നൊക്കെയാണ് കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റു പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ലീഗിനെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ലീഗ് മഹാഭാഗ്യമാണേ എന്ന് പറയുന്നതും കേരളത്തിലെ ജനത സെക്യുലറാണ്. BJP ചാണകം, അയ്യേ പശുവിനെ പൂജിക്കുന്നു, ഹിന്ദു ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നു, കുറിയിടുന്നു, കാവ്യമുണ്ടെടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ലീഗ് സെക്യുലർ, ദേ ആർ സെക്യുലർ. ഇവിടെ ലീഗിൻ്റെ പതാക ഉയർത്തുമ്പോൾ അങ്ങ് നോർത്തിൽ പാകിസ്ഥാൻ്റെ പതാക എന്ന് പറഞ്ഞാണ് അതിന് എന്ത് ചെയ്യുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല. കാരണം രണ്ടിലും ചന്ദ്രകലയുണ്ട്, ചിഹ്നമുണ്ട്. ഒരെണ്ണം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. പണ്ട് പ്രേം നസീറിൻ്റെ സിനിമയിൽ പ്രേം നസീർ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അയ്യോ ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇതെടുത്തു കഴിഞ്ഞാൽ ഷിയടി നഷീർ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇവിടെ ഇത് ന്യായീകരിക്കുന്നവന്മാർക്കേ ഉളുപ്പില്ല. ഇവിടെ രണ്ടും ഒന്നാണ്, രണ്ടും ഒരുപോലെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്. അതവിടെ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുവമാർ പറയുന്ന നോർത്ത് ഇന്ത്യൻസിന് വിവരമില്ല. സത്യം പറഞ്ഞാൽ അവന്മാർക്കാണ് കൂടുതൽ വിവരം. കാരണം അവന്മാർ ഇവിടെ ഇതുപോലുള്ള കാട്ടങ്ങളെയൊന്നും അടുപ്പിച്ചിട്ടില്ല നോർത്ത് ഇന്ത്യയിലോട്ട്. അതൊന്നാമത്തെ കാര്യം. ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞതാണ് അതിൻ്റെ അവശിഷ്ടമാണ് ഇവിടെ കിടക്കുന്നതാണ്. അത് പാകിസ്ഥാനിലേക്ക് പോയതിൻ്റെ അവശിഷ്ടമാണ് ഇവിടെ കിടക്കുന്നതെന്ന് ആരാ പറഞ്ഞ? ജവഹർലാൽ നെഹ്റു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആദ്യത്തെ, എൻ്റെ ചാച്ചാജി. എന്തായിരുന്നാലും നെഹ്റു ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇത്. ഇനി ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സെക്യുലർ പാർട്ടി, ഈ സെക്യുലർ പാർട്ടി ഒരു MLA പോലും ഇവർക്ക് നോൺ മുസ്ലിംസ് ആയിട്ടില്ല. ഒരു MLA പോലും ഇവർക്ക് നോൺ മുസ്ലിംസ് ആയിട്ടില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. പക്ഷേ അതിലൊരു പ്രശ്നമില്ല നമുക്ക്. പക്ഷേ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന് ചോദിച്ചാൽ ആടിയടാ ഈടിയടാ കടിച്ച് പറിയടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു വിമ്മിഷ്ടമാണ് പല ആൾക്കാർക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് ഇവർ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറയുന്നു. ഇന്ത്യയിലെ ലീഗിൻ്റെ എപ്പി സെൻറ്റർ തന്നെ മലപ്പുറം, ഏകദേശം ഈ കലാപം നടന്ന സ്ഥലം, മലബാർ റൈറ്റ്സ് നടന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് വളർന്നു വരുന്നത്. മൊത്തത്തിൽ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത് സെറ്റായി വരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി ഈ മുസ്ലിം ലീഗ് ആൻറ്റി ഹിന്ദു സ്ലോഗൻസ് ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ. അത് 2023 22 എന്തോ ആണ്. ഹിന്ദുക്കളെ പച്ചയ്ക്ക് അമ്പലത്തിൻ്റെ നടയിൽ കൊന്ന് കെട്ടിത്തൂക്കും. ഇത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് പോസ്റ്റിൽ വാർത്തയുണ്ട്, ചുമ്മാ ഇട്ട് തരാം. ഇനി വാർത്തയില്ലെങ്കിൽ പാറാവു എന്നെ കള്ളാന്ന് വിളിക്കും. എന്തായാലും ഇത് ഹിന്ദുക്കളെ കൊന്ന് തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ് ഈ മുസ്ലിം ലീഗ് പറഞ്ഞത്. ഇത് മുസ്ലിം ലീഗിൻ്റെ വേറൊരു കുഞ്ഞു കുസൃതി. അത് പോട്ടെ. ഇനി അടുത്ത വേറൊരു കാര്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? 5 നേരം നിസ്കരിച്ചിരിക്കണം, നിസ്കാര തയമ്പ് വേണം, പെണ്ണുങ്ങളാണെങ്കിൽ പുറത്തിട്ടിരിക്കണം. ഇതാണ് ഇവർ പരസ്യമായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതും വീഡിയോ അടക്കം പുറത്ത് വന്നിട്ടും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതി. പക്ഷേ ഇതൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജെൻസികൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, 5 നേരം ഈ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു ഭരണഘടനയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താണ് ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ മതം അതിന് അനുകൂലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ അവരുടെ മതവും കത്തിക്കും എന്നുള്ള രീതിയാണ് യവന്മാർക്കുള്ളത് എന്നുള്ളത് വേറൊരു കാര്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ BJP വളരുന്നതിനോട് സത്യം പറയട്ടെ ഒരു തെറ്റും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ UDFൻ്റെ 5 വർഷത്തെ കാലഘട്ടത്തിലായിരിക്കും BJP ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം നിഷ്കളങ്കരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും ഇതൊക്കെ ചകയും പഠിക്കും, ഇവന്മാർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണും, BJPക്ക് അടുത്ത തവണ വോട്ട് കുത്തും. ഇങ്ങനെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് മതമാണ് പ്രശ്നം എന്ന് പരസ്യമായിട്ട് KM ഷാജി വിളിച്ച് പറയുകയാണ്. എന്നിട്ട് ഇതേ KM ഷാജി തന്നെ പറയുകയാണ് ഭരണം പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക വികസനത്തിന് വേണ്ടിയായിരിക്കും. ആരോഗ്യരംഗം, സാമൂഹിക ക്ഷേമം, പിന്നെ പോരാത്തതിന് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? നമ്മുടെ സമുദായങ്ങൾക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ വകവയ്ക്കാനാണ് നമ്മളിത് തിരിച്ചു പിടിക്കുന്നത് എന്നാണ് ഈ KM ഷാജി എന്ന് പറയുന്ന ഇഞ്ചി ഷാജി ലവൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇരിക്കും? അല്ല, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാൽ മതി എന്ന് നമുക്കിങ്ങനെ ബേസിക്കലി നമുക്ക് തോന്നും. പക്ഷേ ഇവന്മാർ ഭരിക്കണം. കാരണം ഇവിടുത്തെ ജെൻസി തലമുറയ്ക്ക് മനസ്സിലാകണം എന്താണ് ഇവന്മാർ എന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ അതിഭീകരമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇവന്മാർ ഭഗത് സിംഗിൻ്റെ ഫ്ലക്സ് വലിച്ച് കീറുന്നതാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ച് കീറുന്നു.
അതിൻ്റെ അപ്പുറം എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഭഗത് സിംഗിനോട് ആരാധന ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആവേശമാണ്. ഈവൻ നരേന്ദ്രമോദി പോലും അതിന് താഴെ വരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ കാണുമ്പോൾ ഇവന്മാർക്ക് കൊണ്ട് കുരുപൊട്ടി. ഈ കുരുപൊട്ടി ഇവന്മാർ ഈ ഭഗത് സിംഗിൻ്റെ ഫ്ലാഗ് ഈ പച്ച കൊടിയൊക്കെ വെച്ച് മുസ്ലിം ലീഗ് വലിച്ചു കീറണം കണ്ടപ്പോൾ ഇവന്മാർക്ക് കലി വന്നു. ഇവന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് പൊളക്കുകയാണ്, മൊത്തം അടിച്ച് കീറുകയും. അങ്ങനെ മൊത്തം കാര്യങ്ങളും മുന്നിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആടിൻ്റെ തലയെറുത്ത് പ്രകടനം നടത്തുന്നു. എനിക്ക് തോന്നുന്നു KT ജലീലിൻ്റെ പടം ആടിൻ്റെ തലയിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ആടിനെ കൊണ്ടുവന്ന് ജലീലാണിതെന്നുള്ള പ്രതീകാത്മകമായിട്ടാണ് അത് അർത്ഥം എന്നാണ് ഞാൻ കാണുന്നത്. ഇനി അത് വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ കണ്ടത്. പിന്നെ ആടിൻ്റെ തലയെറുത്ത് ഇങ്ങനെ പ്രചരണം നടത്തുകയാണ്. BJPക്കാരുടെ കൊടി തട്ടിപ്പറിച്ച് വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുകയാണ്, അതിഭീകരമായിട്ട് ഇവർ പ്രചരണം നടത്തുകയാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് അതിഭീകരമായിട്ട് കിടന്ന് ഓടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ നടത്തുകയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പല ആൾക്കാർക്കും നിമ്മതിയായി. ഇനി യവന്മാർ പണ്ട് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഗംഗ എന്ന പേരുണ്ട് ഒരു മന്ത്രിമന്ദിരത്തിന്. ഗംഗ അത് മാറ്റി. ഗംഗ നമുക്ക് പറ്റൂല. ജമുന താജ്മഹലിൻ്റെ അടുത്തൂടല്ലേ ഓടുന്നത്. താജ്മഹൽ ഷാജഹാൻ കിട്ടിയാണ്, ജമുന ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, യുവമാർ നിലവിളക്ക് കത്തിക്കില്ല. പരസ്യമായിട്ട് പറഞ്ഞു. അന്ന് BJPയും നരേന്ദ്രമോദിയൊന്നും ഇല്ലല്ലോ. അന്ന് നരേന്ദ്രമോദി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് മതേതരത്വമൊക്കെ അഭിനയിച്ചേനെ, ഒന്ന് നെരിപിരിയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചേനെ, അന്ന് കത്തിച്ചേനെ. പക്ഷെ അന്ന് നരേന്ദ്രമോദി ഇല്ല, ഒരു ഹിന്ദു ഭരണം ഇനി വരാൻ യാതൊരു സാധ്യതയുമില്ല എന്നൊക്കെ കരുതി ഇരുന്നാണ്. പൊടുന്ന മോദി അങ്ങ് വന്നു. അത് വലിയ അടിയായിപ്പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഭയങ്കര മതേതരത്വമാണ്. എല്ലായിടത്തും മതേതരത്വം. ചെയ്യണ കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് പ്രചരിപ്പിക്കും. ഭയങ്കര പൊതിച്ചോറ് കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, എന്തൊരു മതേതരത്വമാണ്, ഒരു രക്ഷയില്ലാത്ത മതേതരത്വമാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ മലപ്പുറത്ത് ആ പ്രദേശങ്ങളിലെല്ലാം ഈ നോമ്പ് സമയത്ത് കടകൾ തുറക്കില്ല എന്ന് പല ആൾക്കാരും പോയി, സഖാക്കന്മാർ പോലും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സഖാക്കന്മാർ പിന്നീട് പറയുന്നത് ഇപ്പം തുറക്കുന്നുണ്ട് കേട്ടോ എന്നാണ് പറയുന്നത്. കാരണം മോദി അവിടെ വന്നല്ലോ. ഇനി എങ്ങാനും തുറന്നില്ലെങ്കിൽ യവന്മാർ വല്ലയിടത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തീന്നല്ലോ. വല്ലവന്മാരും പോയി സോഷ്യൽ മീഡിയയിൽ ഇടണം, സംഭവം കത്തണം, അത് BJPക്ക് വോട്ടായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മതേതരത്വം കാണിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇനി പോരാത്തതിന് സ്കൂളിൽ പച്ച ബോർഡ് വയ്ക്കുന്നത് പോട്ട് SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ യവന്മാർ ചന്ദ്രകലയും നക്ഷത്രവും അടിച്ചിറക്കി, പതാക അടിച്ചിറക്കി. ഇതാണ് അന്നത്തെ കാലത്തെ ഭരണമെന്ന് പറയുന്നത്. പോരാത്തതിന് വിമാനത്താവളത്തിൽ പച്ച കൊടി കെട്ടി. ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ മൊത്തത്തിലുള്ള ഭരണം, ആ ഒരു ഭരണ നൈപുണ്യം എന്നൊക്കെ പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മുടെ ഒരു ജെൻസി പയ്യൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മൊത്തത്തിൽ കേട്ടിട്ട് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ശരി. ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് BJPയാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരാണ് തെറ്റെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു ഇത്ര നാൾ. പക്ഷെ ഇന്നത്തോടുകൂടി അത് മാറിയിട്ടാ. ഓക്കെ, മുസ്ലിം ലീഗ് ജയിച്ചു, അതിനുമാരെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണേന്ന് വല്ല നിങ്ങൾ കാണുന്നുണ്ടോ? വന്ന് ഭഗത് സിംഗിന്റെ ഫ്ലെക്സ് ഒക്കെ വരെ കീറാന്ന് പറഞ്ഞാല് പേടിയാവാ ആലോചിക്കുമ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ മുസ്ലിം എനിക്കും പേടിയാണ്. ഞാനൊരു മുസ്ലിമാണ്, എനിക്കിതൊക്കെ കാണുമ്പോൾ പേടിയാവാ. ഈ കാണിച്ചു കൂട്ടണ കോപ്രായങ്ങളൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കോൺഗ്രസ്സുകാരനോട് പറഞ്ഞപ്പോൾ ആള് പറയണത് സെലിബ്രേഷൻ അല്ലേ, അതൊന്നും സാരില്ല, അതൊക്കെ ആ സ്പിരിറ്റിലൊക്കെ എടുത്താൽ മതി എന്നാണ്. എന്ത് മണ്ടത്തരക്കാണ് ഇവർ പറയണേ. അത് എനിക്ക് മാത്രമുള്ള ഡൗട്ടാണോന്ന് അറിയില്ല കേട്ടോ. BJPക്കാരെന്തെങ്കിലും പറഞ്ഞാൽ അതപ്പം വർഗീയതായി. ഉമ്മാരെ അങ്ങനെ ആക്കും അത്. എന്നാൽ ഉമ്മാരെന്തെങ്കിലും ചെയ്താലും അത് മതേതരമായി. ശരിയാണ്, ലീഗ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മാരി ഈ സാധനം കൂടെ ഒക്കെ കയറ്റുമ്പോണ്ടല്ലോ, ആ ചെയ്ത കാര്യം കൂടെ പോവാണ്. ഈ ഫ്ലെക്സിന്റെ അടിയിൽ ബോംബിട്ട് കൂട്ടിക്കുക, ഈ ആടിന്റെ തല വെട്ട, പിന്നെ ഈ ഭഗത് സിംഗിന്റെ ഫ്ലെക്സ് കീറ. എൻ്റെ അറിവിൽ ഒരു BJPക്കാർ ഇമാതിരി ചറ്റത്തിലൊന്നും ചെയ്യില്ല. അതിന് ഉമ്മാരെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഇത്രയും വിഷം മനസ്സിൽ ഉള്ളിൽ കൊണ്ട് കിടക്കാന്ന് പറയുമ്പോൾ ഉമ്മാരൊക്കെ ജയിച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവുക. അതെ, ഈ മുസ്ലിം ലീഗിലെ ആൾക്കാരെ വോട്ട് പിടിക്കണ ഒരു വീഡിയോ ഉണ്ട്. 5 നേരം നിസ്കരിക്കുന്ന ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി, അപ്പൊ നമുക്ക് വോട്ട് കൊടുക്കണം. കമ്മ്യൂണിസ്റ്റില് പിണറായി ഒന്നും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഉമ്മാരെ ചിന്ത എന്ന് പറയുന്ന സംഭവങ്ങൾ. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് അത് കാണുമ്പോഴാണ് എനിക്കൊരു അത്ഭുതം വരുന്നത്.